ആ ഭാഗത്തൊക്കെ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട്. അങ്ങനെയുള്ള വർക്കുകളുണ്ട്. ഇവിടെ ട്രെയിനുകൾ, JCB ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ഓവർപാസ് വരുന്നുണ്ട്. ഓവർപാസിൻ്റെ വർക്കൊക്കെ നമ്മൾ കണ്ടതാണ്, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് കോട്ടക്കലാണ്. കോട്ടക്കൽ ബൈപ്പാസ് അവസാനിക്കുന്ന ഭാഗത്ത് ഇവിടെ നമുക്ക് കാണാം സർവീസ് റോഡിലെ ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെയാണ് കോട്ടക്കൽ ബൈപ്പാസ് അവസാനിക്കുന്ന ഭാഗം. മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഭാഗത്താണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അങ്ങനെ പറയാൻ കാരണം കുറച്ച് പേരൊക്കെ ഇത് വ്യക്തമായിട്ട് പറയാൻ പറഞ്ഞിരുന്നു. ഇത് എവിടെയാണെന്നൊക്കെ മറ്റ് ജില്ലയിലുള്ള ആളുകളൊക്കെ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് കോട്ടക്കൽ ബൈപ്പാസ് അവസാനിക്കുന്ന ഭാഗം. അവിടെയാണ് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വരുന്ന ഒരു ഓവർപാസ് ഉള്ളത്. ഓവർപാസിൻ്റെ താഴ്ഭാഗത്താണ് ഇനി വർക്കുകളൊക്കെ കൂടുതലായുള്ളത്. ഇവിടുന്ന് നമ്മൾ വട്ടപ്പാറ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളിലൊക്കെ കഞ്ഞിപ്പുര, കരിപ്പോള്, അതുകൂടാതെ മറ്റുള്ള രണ്ടത്താണി, പുത്തനത്താണി ഭാഗങ്ങളിലുള്ള കാഴ്ചകളൊക്കെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് വരുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളിലുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഇതാണ്. ഹൈവേയിലൂടെ വന്ന് ഇവിടുന്ന് ഇടത് സൈഡിലേക്ക് കയറിയിട്ട് അവിടെ വരുന്ന ഒരു ഓവർപാസ് ഉണ്ട്. കോട്ടക്കൽ ഭാഗത്തേക്ക് കയറി പോകാനുള്ള ഒരു ഓവർപാസ്, അതിൻ്റെ മുകളിലൂടെ കയറിയിട്ട് ഞാൻ കാണിക്കാം. ഈ ഭാഗത്തേക്ക് ഈ കാണുന്ന സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വരുന്നത്. വർക്ക് കഴിഞ്ഞാൽ നമ്മൾ കോട്ടക്കലിനെ ടച്ച് ചെയ്യാതെ തന്നെ ഈ ബൈപ്പാസിലൂടെ നേരെ ഹൈവേയിലൂടെ നമുക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് കടന്നു പോവാം. ഇതാണ് കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന ഒരു ജംഗ്ഷൻ കൂടെയാണ്. ഈ ഭാഗത്തെ ഒരു ചെറിയ ജംഗ്ഷൻ കൂടെയാണ്. ഇതാണ് കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെയാണ് ഈ പോകുന്നത്. ഇപ്പോൾ ഹൈവേ ഇതിലൂടെ തന്നെയാണ് തിരിച്ചു വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ പോകുന്ന വാഹനങ്ങളൊക്കെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ്. വർക്ക് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്, ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. കുറച്ച് ഭാഗത്ത് മാത്രമാണ് കുറച്ച് പാറകളൊക്കെ എടുത്ത് മാറ്റാനുള്ളത്. ആ കാണുന്ന പാലത്തിൻ്റെ ആ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് വൺ സൈഡിൽ പാറകൾ എടുത്ത് മാറ്റാനുണ്ട്. അത് കഴിഞ്ഞാൽ വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിലേക്ക് ആവും. അപ്പോൾ ഇപ്പം താൽക്കാലികമായിട്ട് ഇതിൽ തന്നെയാണ് വിടുന്നത്. ഈ ഭാഗത്തൂടെ വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാൻ നമുക്ക്. ഇവിടെ വലിയ വാഹനങ്ങളൊക്കെ വളക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും എന്ന് തോന്നുന്നത്. അപ്പോൾ കാണാം ഇതെങ്ങനെയാണ് നോക്കാം. ഒരു വലിയൊരു ലോറി വന്നിട്ടുണ്ട്, ഇവിടെ കാണാം. ആ വാഹനത്തിന് അങ്ങനെ കട്ട് ചെയ്ത് പോകാനുള്ളൊരു സംവിധാനം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടക്കൽ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഹൈവേയിലേക്ക് കയറുന്ന ഒരു മെർജിങ് പോയിൻ്റ്. ഇവിടെ നമുക്ക് കാണാം. ഇതാണ് കോട്ടക്കൽ ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡ്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ബസ് സ്റ്റോപ്പ് കാണാം നമുക്ക്. പുതുതായിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ജംഗ്ഷൻ പോലെയാണ്. ഇതാണ് നമ്മുടെ കോട്ടക്കൽ ചെങ്കുവെട്ടി ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന റോഡ്. ഇതാണ് നമ്മളെ ഹൈവേ. കോട്ടക്കൽ ഭാഗത്തേക്ക് ടച്ച് ചെയ്യാതെ, ടൗണിനെ ടച്ച് ചെയ്യാതെയാണ് കടന്നു പോകുന്നത്. ഇവിടെ നല്ല രീതിയിൽ ഉള്ള ഒരു ബസ് സ്റ്റോപ്പൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലൊന്നും വെച്ചിട്ടില്ല, അതിൻ്റെ വർക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ ഈ ഭാഗങ്ങൾ അടിഭാഗത്തുള്ള ടൈലൊക്കെ വിരിച്ച് കാണാം. അപ്പോൾ നമുക്കിനി നമ്മുടെ രണ്ടത്താണി, പുത്തനത്താണി ഭാഗങ്ങളിലേക്ക് പോയി നോക്കാം. ആ ഭാഗത്തൊക്കെ എന്താണ് ഇനി വർക്കുകൾ ബാക്കിയെന്ന് ആ ഭാഗത്തൊക്കെ നോക്കിയിട്ട് വട്ടപ്പാറ ഭാഗത്തേക്ക് പോവാം. അപ്പോൾ ചെനക്കൽ ഭാഗത്തേനെ ഓപ്പോസിറ്റ് സൈഡിൽ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ക്രഷ് ബാരിയറിൻ്റെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. അവിടെ നമുക്ക് കാണാം കുറച്ച് ഭാഗത്ത്. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങനെ എവിടെയൊക്കെയാണ് വർക്കുകളുള്ളത് നോക്കിയിട്ട് ഇങ്ങനെ പോവാം. ഇവിടെയും കാണാം നമുക്ക് ക്രഷ് ബാരിയറിൻ്റെ വർക്ക് കുറേ ബാക്കിയുണ്ട്. റോട്ടിൽ കുറേ മണ്ണുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി രണ്ടത്താണി ഭാഗത്തേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ചെനക്കൽ ഭാഗം കഴിഞ്ഞ് ഈ ഭാഗത്തേക്ക് ഇവിടെ വരുമ്പോൾ കാണാം, ഇവിടെയാണ് ഡ്രെയിനേജിൻ്റെ ഒരു ഭാഗം അവസാനിക്കുന്നൊരു ഭാഗം പോലെയാണ് കാണുന്നത്.
ഇവിടെ ഉള്ളിലൂടെ അങ്ങോട്ട് ഡ്രൈനേജിൻ്റെ ഭാഗം ഇത് ഉണ്ടതുകൊണ്ട് ആ ഭാഗത്തൊക്കെ ഇനി ക്രഷ് ബാരിയറിൻ്റെ വർക്കുകൾ ബാക്കിയുണ്ട്. അങ്ങോട്ടാണ് നമ്മുടെ രണ്ടത്താണി ഭാഗം. അപ്പോൾ ഇവിടെ ആയിരുന്നു പഴയ ഒരു വാഹനങ്ങളൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മെർച്ചിങ് പോയിന്റ് പോലെ ഒഴിച്ചു വിട്ടിരുന്നൊരു ഭാഗം. ആ ഭാഗത്തൊക്കെ ഇപ്പോൾ ക്രഷ് ബാരിയറിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ കാണാം നമുക്ക് ഇപ്പോൾ ഈ ഭാഗത്ത് ആ സൈഡിലും നമുക്ക് ഇതുപോലുള്ള ക്രഷ് ബാരിയറിൻ്റെ വർക്കുകൾ ബാക്കിയുണ്ട്. അപ്പോൾ ഇവിടെ വാഹനങ്ങളുടെ സ്പീഡൊക്കെ നോക്കുന്ന ഒരു ബോർഡൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊന്നും ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടില്ല. ലൈൻ മാർക്കിംഗ് ഒക്കെ ഇനി വരാനുണ്ട്. അതുപോലെ ക്രഷ് ബാരിയറിൻ്റെ സൈഡിലുള്ള മണ്ണുകളൊക്കെ എടുത്ത് മാറ്റിയത് നമുക്ക് കാണാം. ഇവിടെയൊക്കെ അങ്ങനെ കുറേ ഭാഗത്ത് ഇനി ഫിനിഷിങ് വർക്കുകൾ ഒരുപാട് നടക്കാനുണ്ട് ഈ ഭാഗത്തൊക്കെ. ഇതാണ് ഈ സൈഡിലൊക്കെ മണ്ണുകളുണ്ട്. അപ്പോൾ രണ്ടത്താണി ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. രണ്ടത്താണി ഭാഗം തന്നെയാണ് ആ കാണുന്നത്. മുകൾ ഭാഗത്തൂടെ ആണ് ഇപ്പോൾ കടന്നു പോകുന്ന വാഹനങ്ങൾ. രണ്ടത്താണി ഭാഗത്ത് ഒരു അണ്ടർപാസ് ഓവർപാസ് ഒന്നും ഇല്ല, നമുക്കറിയാം. അപ്പോൾ നമ്മൾ രണ്ടത്താണി ഭാഗത്തുനിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഒരു മർജിങ് പോയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഹൈവേയിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളത് രണ്ടത്താണി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കൊക്കെ എക്സിറ്റ് ആകാൻ വേണ്ടി. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. വീഡിയോ കാണുന്നതിൽ 75% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളോടൊരു സപ്പോർട്ട് ചോദിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. എന്നാൽ മാത്രമാണ് നമ്മുടെ ചാനലിൽ മുന്നോട്ടുള്ള യാത്രകൾ സാധ്യമാകുള്ളൂ. ഇതാണ് ഇവിടെ നിന്നുള്ള സർവീസ് റോഡിൻ്റെ ഒരു കാഴ്ച. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള ഭാഗത്തേക്ക്. ഇവിടെ ഒരു പുതിയതായിട്ടുള്ള ഒരു പെട്രോൾ പമ്പൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ രണ്ടത്താണി ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ചയാണത്. അപ്പോൾ ഇനി നമ്മൾ പുത്തനത്താണി ഭാഗത്തേക്കാണ് പോകുന്നത്. ബാക്കിയുള്ള കാഴ്ചകൾ അവിടെയുള്ള എന്തൊക്കെ ആ ഭാഗത്തൊക്കെ വർക്കുകൾ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകൾ വീണ്ടും നടന്നിട്ടുണ്ട്. കുറേ ഭാഗത്ത് മുകൾ ഭാഗത്തൊക്കെ പിന്നെ വേസ്റ്റൊക്കെ നമുക്ക് കാണാം. റോഡിൻ്റെ സൈഡിലേക്ക് തട്ടിയിട്ട് കാണാം. ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ വേസ്റ്റുകൾ എടുത്ത് മാറ്റാനുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ക്ലീൻ ചെയ്യാനുള്ള വർക്കുകൾ അങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്ത്. അപ്പോൾ നമ്മളിനി പുത്തനത്താണി ഭാഗത്ത് എത്താറായിട്ടുണ്ട്. ഇപ്പോൾ ചില ഭാഗത്തൊക്കെ ലൈൻ മാർക്കിങ്, ബാക്കിയുള്ള ഭാഗത്ത് ലൈൻ മാർക്കിങ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള വേസ്റ്റുകളൊക്കെ എടുത്ത് മാറ്റുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകൾ, ബാക്കിയുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഫിനിഷിംഗ് വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ച. ഇവിടെ തന്നെ മണ്ണുകളൊക്കെ താഴോട്ട് വീഴുന്നുണ്ട്. വാഹനങ്ങളൊക്കെ പോകുന്ന സമയത്ത് തന്നെ വളരെ ദൂരെ ഇതുപോലെ ഇങ്ങനെ വേസ്റ്റുകൾ കാണുന്നുണ്ട്. റോഡ് സൈഡിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മറ്റുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ പുത്തനത്താണി ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴേക്കും വെയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ റോഡിൻ്റെ വർക്കുകൾ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ കുറേ ഭാഗത്ത് ഇനിയും വർക്കുകൾ നടക്കാനുണ്ട്. കാണാം നമുക്ക് ഇവിടെ ഒരു ജോയിൻറ്റിങ് ബാക്കിയുണ്ടായിരുന്ന ഭാഗമാണ്. ക്രഷ് ബാരിയറും ഈ സിമെൻറ്റിൻ്റെ ക്രഷ് ബാരിയറും ഭാഗം കൂടെ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്ന ഒരു ഭാഗം. അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഇവിടെ കാണാം നമുക്ക് ഒരുപാട് വേസ്റ്റുകൾ കൂട്ടിയിട്ട് കാണാം. സോയിൽ ലൈനിങ്ങിൻ്റെ ബാക്കി വരുന്ന കോൺക്രീറ്റുകളും മെറ്റൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ നമുക്ക്. ഇങ്ങനെ ഒരുപാട് ദൂരത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ചില ഭാഗത്തൊക്കെ നമ്മൾ വരുന്ന ഭാഗത്തൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനി ബാക്കിയുണ്ട്. വളരെ കൂടുതലായിട്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനിയും നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഇവിടെ കാണാം നമുക്ക് പ്രീ പ്ലാസ മുന്നോട്ട് എന്നുള്ള ഒരു ബോർഡ്. ഇവിടുന്ന് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് ടോള് കൊടുക്കാനുള്ള സ്ഥലം എത്തുക. ഇതാണ് നമ്മുടെ വെട്ടിച്ചിറ ചുങ്കം ഭാഗത്ത്. ഇവിടെ കാണാം നമുക്ക് ഇതിൻ്റെ തൂണ് കൊടുത്ത ഈ ഭാഗത്തൊക്കെ ഇനിയും ജോയിൻറ്റിങ് ബാക്കിയുണ്ട്. ജോയിൻറ്റിങ്ങിൻ്റെ വർക്കുകൾ ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ബാക്കിയുണ്ട്. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക് ഈ ഭാഗത്തൊക്കെ ഫുട്പാത്തിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ടൈലൊക്കെ വർക്കുകളൊക്കെ കാണാൻ പകുതി ആക്കിയിട്ടിട്ടുണ്ട്.
അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനിയുണ്ട്. ഇവിടെ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞ അടിപൊളിയായിട്ടുള്ള റോഡാണ്. ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകളിലേക്ക്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. വെട്ടിച്ചിറ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. ഈ ഭാഗത്ത് കാണാം നമുക്ക് പഴയ ഹൈവേൻ്റെ ഭാഗം. ഇതാണ് പഴയ ഹൈവേ. ഇവിടെ അതിൻ്റെ അടുത്തൂടെ തന്നെയാണ് സർവീസ് റോഡ് പോകുന്നത്. പുതിയ ഹൈവേ നമുക്ക് കാണാം. ഇതാണ് പുതിയ ഹൈവേ. കുറച്ച് അകലിനാണ് പോകുന്നത്. ഈ പഴയ ഹൈവേനെക്കാട്ടി കുറച്ചുകൂടെ ഇവിടെ ഒരു നമ്മുടെ വയഡക്റ്റൊക്കെ വന്നിട്ട് ഒരു വളവൊക്കെ ഉണ്ടായിരുന്ന ഭാഗമാണ്. അപ്പോൾ ഇത് വളവൊക്കെ നിവർത്തിയിട്ട് വയഡക്റ്റിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ പുതിയ ഹൈവേ കടന്നു പോകുന്നത്. ഇതാണ് പഴയ ഹൈവേൻ്റെ ഭാഗം. പഴയ ഹൈവേൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു അണ്ടർപാസ് പോലെയാണ്. അവിടെ കാണാൻ വയഡക്റ്റിൻ്റെ അടിയിലൂടെ വാഹനങ്ങളൊക്കെ നമ്മുടെ പുത്തനത്താണി ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ അതിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഭാഗങ്ങൾ ഇങ്ങനെ ഒഴിവായി കിടക്കുന്നുണ്ട്. കുറേ ഭാഗങ്ങൾ സൈഡുകൾ ഇങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട്. കുറച്ച് വാഹനങ്ങൾക്കൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ പറ്റിയ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കാണാൻ നമുക്കൊരു ചെറിയൊരു ഗ്യാപ്പ്. ഇതുപോലുള്ള കുറഞ്ഞ ഭാഗങ്ങൾ, വളരെ കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഇനിയും വർക്കുകളുണ്ട്. ബാക്കി എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നൊട്ടും വെയിലില്ല. വീഡിയോ എടുക്കാൻ വരുന്ന സമയത്തൊക്കെ നല്ല വെയിലായിരുന്നു. അപ്പോൾ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാവും. അപ്പോൾ നമ്മൾ ടോൾ പ്ലാസൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ടോൾ പ്ലാസൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പലതരം വർക്കുകൾ. അപ്പോൾ നമുക്കൊന്ന് അടുത്ത് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന്. ഇവിടെ ഒരു ക്രഷ് ബാരിയർ പോലുള്ള ഒരു സംഭവങ്ങളൊക്കെ വെക്കാനുള്ളൊരു വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് തോന്നുന്നത്. കാണാം നമുക്ക് ഇവിടെ സിമെൻറ്റൊക്കെ ഇട്ട് അങ്ങനെ തേപ്പൊക്കെ നടന്നിട്ടുണ്ട്. കാണാം ഈ വാഹനങ്ങൾ തട്ടാതിരിക്കാൻ, ഈ ഭാഗത്തൊക്കെ വാഹനങ്ങൾ തട്ടാതിരിക്കാനുള്ള ഒരു ക്രഷ് ബാരിയർ പോലുള്ള ഒരു സംഭവമാണ് വെക്കുന്നത്. ഇതാണ് കാണാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇരുമ്പിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ കാണാൻ നമുക്ക് ഇവിടെയൊക്കെ സിമെൻ്റ് ഇട്ട് കട്ട വെച്ച് ഓരോ ലൈനും ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ അമ്പുകളൊക്കെ ഇട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. എല്ലാ ഭാഗത്തും ഇങ്ങനെ ലൈറ്റുകളൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. സിഗ്നലിൽ ഭാഗങ്ങളൊക്കെ അങ്ങനെയുള്ള വേഗത്തിലുള്ള വർക്കുകളാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. കാണാം നമുക്ക് ഇവിടെ സിഗ്നൽ വെൽക്കം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്യാമറ സെറ്റാണ്. ഇതൊക്കെ നമ്മൾ കാണിച്ചിരുന്നത്. അപ്പോൾ ഒന്നുകൂടെ കാണിക്കുകയാണ്. ക്യാമറ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ സിമെൻ്റ് ഇട്ട് തേച്ച് മിനുക്കി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ അമ്പുകൾ കാണാം. വാഹനങ്ങൾ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഭാഗത്തൂടെയാണ് പോകുന്നത്. ഇപ്പം അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ തേപ്പ് നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ പില്ലറിൽ ഭാഗത്തൊക്കെ തേപ്പ് നടക്കുന്നുണ്ട്. ബോർഡ് കാണാം. ഇവിടെ കാണാം നമുക്ക് ഇതിന്മേൽ ഒരു പച്ച മാർക്ക് കൊടുത്തിട്ട് ഗോ എന്ന് കൊടുത്തിട്ട് പോകാനാവുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം ലൈറ്റ് തെളിയുക. നിങ്ങൾക്ക് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ ഭാഗത്തൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ ഒരു ബിൽഡിങ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. ആ ഭാഗത്തൊരു ഹോട്ടൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ പുതുതായിട്ട് വന്നു. ഇനി നമ്മൾ കഞ്ഞിപ്പുര ഭാഗത്തേക്കാണ് പോകുന്നത്. കരിപ്പോൾ ഭാഗത്തേക്ക്. അവിടെയുള്ള ഒരു ഓവർപാസിൻ്റെ വർക്കൊക്കെ നടന്നിരുന്നത്. അങ്ങോട്ടാണ് പോകാനുള്ളത്. അവിടെയുള്ള നോക്കാം. ഒറ്റ ലൈനായിട്ട് ഇങ്ങനെ വാഹനങ്ങൾ ടോൾ പ്ലാസൻ്റെ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ കടന്നു പോകുന്നത് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കരിപ്പോൾ ഭാഗത്തു നിന്നുള്ളൊരു കാഴ്ച. കരിപ്പോൾ ഭാഗത്തും വളരെ സ്ട്രോങ് ആയ പാറകളുള്ളൊരു ഭാഗം കൂടെ ഉണ്ട്. നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസ് കോയിച്ചന ഭാഗങ്ങളിലെ പോലെ ഇവിടെ കാണാം നമുക്ക് ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ഇങ്ങനെ തുടക്കമിട്ടിട്ടുണ്ട്. ഈ ഭാഗത്ത് കാണാം ഭയങ്കര സ്ട്രോങ് ആയ പാറയാണ്. പാറ പൊട്ടിക്കുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. കുറേ പാറ ഇനിയും പൊട്ടിച്ചെടുക്കാനുണ്ട്. മുകൾ ഭാഗത്തൂടെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. കാണാം പാറ പൊട്ടിക്ക് പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട്. അങ്ങനെയുള്ള വർക്കുകളുണ്ട്. ഇവിടെ
ക്രെയിനുകൾ JCB ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ഓവർപാസ് വരുന്നുണ്ട്. ഓവർപാസിൻ്റെ വർക്കൊക്കെ നമ്മൾ കണ്ടതാണ്, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുള്ള മണ്ണും കൂടെ എടുത്ത് മാറ്റി പാറകളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വർക്കുകളും കൂടെ കംപ്ലീറ്റ് ആവും. ഇതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ സൈഡിൽ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കരിപ്പോൾ ഭാഗത്ത് ഇവിടെ മുകൾ ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് കാണാൻ നമുക്ക് മണ്ണുകളൊക്കെ ഇളക്കി താഴോട്ട് ഇട്ടിട്ടുണ്ട്. അവിടെ കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കുകളുണ്ട്. അതിൻ്റെ മണ്ണാണ് ഇവിടെ കാണുന്നത്. ഈ ഭാഗത്താണ് ഇനി വർക്കുകൾ നടക്കാനുള്ളത്. പാറയുള്ള ഭാഗം നല്ല രീതിയിൽ ഇവിടെ വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് വെട്ടിച്ചിറ ഭാഗത്തുനിന്ന് നമ്മുടെ വട്ടപ്പാറ ഭാഗം വരെ നല്ല രീതിയിൽ വാഹനങ്ങൾ ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയുള്ള വർക്കുകൾ ബാക്കി ഉണ്ടായതുകൊണ്ടാണ് ഇതിൽ പോവാത്തത്. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു പുതിയ മാറ്റങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ടൊന്ന് പോയി നോക്കാം. ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക് താഴ്ഭാഗത്ത് ഇനിയും ഈ ഡ്രെയിനേജിൻ്റെ ഭാഗത്തൊക്കെ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകൾ ബാക്കിയുണ്ട്. ഇവിടെ കാണാം മണ്ണുകളൊക്കെ, ഇങ്ങനെയുള്ള ഫിനിഷിങ് വർക്കുകളൊക്കെ ഇനിയും ഒരുപാടുണ്ട്. കുറേ ഭാഗത്ത് വർക്കുകളുണ്ട്. അത്ര പെട്ടെന്നൊന്നും വർക്ക് തീരുമെന്ന് തോന്നുന്നില്ല. കുറേ വർക്കുകൾ ഇനിയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാണാം കുറ്റിപ്പുറം കഞ്ഞിപ്പുര പറഞ്ഞ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും ഇതേപോലുള്ള ക്രാഷ് ബാരിയറിൻ്റെ മുകളിലുള്ള മണ്ണുകളൊക്കെ നീക്കാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളുണ്ട്. സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകൾ ബാക്കിയുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാണാം. നമുക്ക് ഇവിടെ താഴെ മണ്ണ് ഇളക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ താഴെ ഭാഗത്ത് ഈ സെൻറ്റർ ഭാഗത്തേക്ക് വരുമ്പോൾ ക്രാഷ് ബാരിയറുകൾ കൊണ്ടുവന്ന് വെച്ച് കാണാം. ഇവിടെ പിടിപ്പിക്കാനുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് വർക്കുകൾ ഇനിയും. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ വട്ടപ്പാറ ഭാഗത്ത് കാണിച്ചത്, അതിൻ്റെ മുൻഭാഗത്താണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ ഇതാണ്. ഇങ്ങനെയുള്ള ഭാഗത്താണ് ഇനി ഈ സെൻറ്ററിലുള്ള ക്രാഷ് ബാരിയർ അത് വെക്കാനുള്ളത്. അതിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെ വെച്ച് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനിയും ഈ ക്രാഷ് ബാരിയറുകൾ ചെയ്യാനുണ്ട്, സിമെൻറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട് ഇങ്ങോട്ടും രണ്ട് ഭാഗത്തും. പിന്നെ ഫിനിഷിങ് വർക്കുകളുണ്ട് താഴെ ഭാഗത്ത്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ട് ഈ ഭാഗം വരേക്ക് വരുമ്പോൾ കാണുന്ന പുതിയ പുതിയ മാറ്റങ്ങൾ. ഇത്ര വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറേ ഭാഗത്ത് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറേ ഭാഗത്ത് ഇനിയും വർക്കുകൾ ചെയ്യാനുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഈ ഇത്രയും ദൂരം വന്നപ്പോൾ കണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ സമയത്തും എല്ലാ വീഡിയോയിലും ഇങ്ങനെ വന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.